നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കൊഴിക്കര പ്രദേശത്തെ 3 കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ മോഷ്ടാവ് കൊൽക്കത്ത സ്വദേശി അബു റഹ്യാനുമായി ചാലിശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തി. പണവും മോഷണ മുതലുകളുമായി കൊൽക്കത്തയിലേക്ക് കടക്കുന്നതിനിടെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രതി പോലീസ് പിടിയിലാവുന്നത്. മുട്ടൻ പ്ലാനിങ്ങുമായാണ് അബു റഹ്യാൻ മോഷണത്തിനിറങ്ങുന്നത്. മോഷണശേഷം കൊൽക്കത്തയിലെ സ്വന്തം നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടി എടുത്തു. അവധിക്ക് നാട്ടിലെത്തിയാൽ വിതരണം ചെയ്യാൻ അണ്ടിപ്പരിപ്പും മധുരപലഹാരങ്ങളും എടുക്കുകയും ചെയ്തു. എന്നാൽ കോയമ്പത്തൂരിൽ വെച്ച് ചാലിശ്ശേരി പോലീസിന്റെ അന്വേഷണ സംഘം പിടികൂടിയതോടെ അബു റഹ്യാന്റെ പ്ലാനുകളെല്ലാം പൊട്ടിത്തകർന്നു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് കോഴിക്കരയിലെ 3 കടകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി മോഷണം നടക്കുന്നത്. പ്രദേശത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ 57,000 രൂപയുടെ വസ്തുവകകളാണ് മോഷ്ടാവ് കവർന്നത്. സമീപത്തെ പലചരക്ക് കടയിൽ നിന്നും 10,000 രൂപയും സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടാവ് കവർന്നെടുത്തു. സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ തകർത്താണ് അബു റഹ്യാൻ അകത്ത് കയറിയത്. സമീപത്തെ ഹോട്ടലുകളിൽ സൂക്ഷിച്ച പണവും ഇയാൾ കവർന്നെടുത്തിരുന്നു. മോഷണം നടത്തിയ കടകളിലെത്തിച്ച് പ്രതിയുമായി ചാലിശ്ശേരി പോലീസ് തെളിവെടുപ്പ് നടത്തി. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, എം.ബി. രാജേഷ് എന്നിവർ പങ്കെടുക്കും. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കും. മന്ത്രി മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുക. നിലവിൽ പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പട്ടാമ്പി ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടക്കും. മന്ത്രി എം.ബി. രാജേഷ് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. പട്ടാമ്പി പഴയ മാർക്കറ്റ് സ്ഥലത്താണ് ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത്. തുടർന്ന് 10:30 മണിയോടെ പട്ടാമ്പി കൊടുമുണ്ട കൊപ്പം പാതയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 8 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പാത നവീകരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കൊപ്പത്ത് നടക്കുന്ന വികസന സദസ്സും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 12 മണിക്ക് വെല്ലപ്പുഴയിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. 6 കോടി രൂപയാണ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് ഓങ്ങല്ലൂരിൽ നടക്കുന്ന ഭിന്നശേഷി കലാമേളയും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ടാറിംഗ് കഴിഞ്ഞ മാസങ്ങൾക്കകം മല കക്കാട്ടിരി വട്ടത്താണി റോഡ് തകർന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. മല കക്കാട്ടിരി വട്ടത്തോണി റോഡ് തകർച്ചയ്ക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെയും കോൺട്രാക്ടറെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, റോഡ് തകർച്ച ഉടനെ പരിഹരിക്കുക, എസ്റ്റിമേറ്റ് പ്രകാരമുള്ള ബാക്കി നിൽക്കുന്ന റോഡ് വർക്ക് പൂർത്തീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം. ഇതിനകത്ത് കുറ്റക്കാര് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ ഇത് കോൺട്രാക്ടർ എടുത്ത ആ വ്യക്തി എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം, അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. മാത്രമല്ല 70% കഴിഞ്ഞ് ബാക്കിയുള്ള ശതമാനം കട്ടുമുടിച്ച് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ ആ ധിക്കാരം അഴിമതിയും അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനാണ് ശ്രീ ഇ.വി. അസീസ് ഇങ്ങനെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അന്നവും പാനീയവും ഒഴിവാക്കി ഇവിടെ ഇരിക്കുന്നത്. ഇത് കക്കാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കാണ്. ഇത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിവിടെ യാത്ര ചെയ്യുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് ശ്രീ ഇ.വി. അസീസ് ഒരു ദിവസം ഉപവസിക്കുന്നത്. DKDF തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ.വി. അസീസിന്റെ നേതൃത്വത്തിൽ കാലത്ത് 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസ സമരം നടന്നത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് അധ്യക്ഷനായി. OK ഫറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉപവാസ സമരം സമാപനോദ്ഘാടനം പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ നിർവഹിച്ചു. ഷൺമുഖാനന്ദൻ, ബാവമാളിയേക്കൽ, അബ്ദുള്ളക്കുട്ടി, മൊയ്തീൻകുട്ടി, മുസ്തഫ, ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. NCPS പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന P. സുന്ദരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടപടിക്ക് പിന്നിൽ. NCPS പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P. സുന്ദരനും പ്രവർത്തകരുമാണ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്.
തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ കൊപ്പത്തെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് LDFിലുണ്ടായ തർക്കമാണ് NCP വിടാൻ കാരണമായതെന്ന് ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന P. സുന്ദരൻ പറഞ്ഞു. ഇതേ തുടർന്നാണ് കമ്മിറ്റി പിരിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തകർ ചേരുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. കൊപ്പം പഞ്ചായത്തിലെ വിജയസാധ്യതയുള്ള 4-8 വാർഡുകൾ LDFിൽ NCP ചോദിച്ചിരുന്നെങ്കിലും കൊടുക്കാൻ ധാരണയാവാത്തതാണ് ഇത്തരമൊരു നീക്കത്തിന് കാരണമെന്നാണ് P. സുന്ദരന്റെ വാദം. പിന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് CPIക്കാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് CPMനാണ്. ഒരു പാവപ്പെട്ട പ്രവർത്തകന് എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ചോദിച്ചാൽ, ഞാൻ ഒരു ബ്ലോക്ക് സീറ്റാണ് ചോദിച്ചത് ചർച്ചയിൽ. അപ്പോൾ എന്നോട് വലിയ മാന്യത കാട്ടിയിട്ട് 2 തരാമെന്ന് പറഞ്ഞു. 2 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്ന് നിങ്ങൾ കാരക്കുത്തെടുത്തോളി, പിന്നെ ഏതാന്ന് വെച്ചു കൈപ്പുറം എടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ പണിയൊക്കെയെന്ന് പറഞ്ഞു. ഞാൻ മുള്ളമ്മടയിലേക്ക് നല്ല പഞ്ഞനാണില്ലേ വെച്ചു. 1800 കൊണ്ട് എൻ്റെ ഭാര്യ ജയിച്ച വാടായിരുന്നു മതി. കാരക്കുത്തി UDFനെ കൈപ്പുറം അതിലേറെ ഭൂരിപക്ഷത്തിന് ജയിക്കണതാ UDF. അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ 2 എടുത്തോളാം. എന്നാൽ കൊപ്പത്ത് എല്ലാ പഞ്ചായത്തിലും ഒരു സീറ്റ് തരാം, ഒന്ന് ചോദിച്ചാൽ 2 തരാം, ഒന്ന് ഫ്രീ ആണ് പറയാം. പക്ഷെ ഞമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ അടിച്ചുവരി തുടക്കണ അടുക്കളയിലെ പണിക്കാരല്ല NCPയുടെ എന്നല്ല, നമ്മൾ ആരുമല്ല. ചോദിക്കേണ്ടത് ചോദിക്കും, പറയേണ്ടത് പറയും, അതിനുള്ള ചങ്കുറ്റം നമുക്കുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മളാരും ആരെയും അടിമകളൊന്നുമല്ല. പക്ഷേ ഇദ്ദേഹത്തോട് നമുക്കൊരു താല്പര്യം തോന്നുന്ന എന്താ കാരണം എന്നറിയോ? പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് പിണറായിസം ഞങ്ങള് ഇവിടെ അവസാനിപ്പിക്കും എന്ന് പറയാൻ വേറെ ഒരു നേതാവിന് കഴിഞ്ഞിട്ടില്ല, ഒരു BJPക്കാരന് കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാരനും കഴിഞ്ഞിട്ടില്ല, ഒരു ലീഗുകാരനും ഞാൻ പറയില്ല. തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം കൊപ്പത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PV അൻവർ ഉദ്ഘാടനം ചെയ്തു. BJPയുടെയും RSSന്റെയും സഹായത്തോടു കൂടി കേരളത്തിലെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും സഹോദരിമാരെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെയും വെല്ലുവിളിച്ച് BJPയുടെ സഹായം തേടി പിണറായിസത്തിന്റെ വക്താക്കളായ പിണയാളന്മാരെ വോട്ടും വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പിണറായി കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നടക്കൂല. നിനക്ക് മനസ്സിലെന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, ഒരു തർക്കമില്ല. പക്ഷേ അത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരിക്കണം. അത് നിലനിൽക്കാൻ, ആ പാർട്ടിയെ നിലനിർത്താൻ നിങ്ങൾ എഴുതി വെച്ചോ. 2026 ഏപ്രിൽ മേയിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തിലും ആദ്യം വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. വാസുദേവൻ മുത്തപ്പൻ അധ്യക്ഷനായിരുന്നു. KMA ഖാദർ, P. സുന്ദരൻ, ഷൈബ മുരളീദാസ്, CP ജയപ്രകാശ്, P. രാമൻ, C. ഷംസുദ്ദീൻ, അമ്മു സുബ്രഹ്മണ്യൻ, P. വേശുട്ടൻ, T. രമ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോൾ വാൾട്ട് താരമായ KU യദുകൃഷ്ണ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ പോൾ വാൾട്ടിലൂടെ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് യദു. കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ 5ാം സ്ഥാനം നേടിയ യദുവിന് 1ാം സ്ഥാനത്തേക്കെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് സ്കൂളും ഗ്രാമവും. സ്വന്തം കരുത്തിലും ഉറച്ച മനസ്സും കൊണ്ട് കാറ്റിനൊപ്പം ചലിക്കുന്ന മുളന്തണ്ടു പിടിച്ച് ചാടിയ വിദ്യാർത്ഥി പാലക്കാട് ജില്ലയിൽ 2ാം വർഷവും 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാനതലത്തിലേക്ക് എത്തിയത്. 2023 കുന്നംകുളത്തു നടന്ന കായികമേളയിൽ 2.80 മീറ്റർ ഉയരം മുളന്തണ്ട് ഉപയോഗിച്ചു ചാടിയാണ് 7ാം സ്ഥാനത്തെത്തിയത്. MP സുരേഷ് ഗോപി സ്കൂളിനു സമ്മാനിച്ച പോൾ വോൾട്ട് ഉപയോഗിച്ച് യദു 3.50 മീറ്റർ ഉയരത്തിൽ ചാടി കഴിഞ്ഞയാഴ്ച നടന്ന പാലക്കാട് ജില്ലാ കായികോത്സവത്തിൽ സീനിയർ പോൾ വാൾട്ട് വിഭാഗത്തിൽ തുടർച്ചയായി 2ാം വർഷവും സ്വർണം സ്വന്തമാക്കി. ഓഗസ്റ്റിൽ എറണാകുളത്തു നടന്ന 69ാമത് കേരള സംസ്ഥാന അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-20 പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ യദു 2 ആഴ്ച മുമ്പ് ഒഡീഷയിലെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മത്സരത്തിൽ കേരളത്തിനു വേണ്ടി 9ാമതെത്തിയിരുന്നു. യദുവിന് കായികാധ്യാപിക ഷക്കീല മുഹമ്മദ്, കോച്ചുമാരായ ഉണ്ണികൃഷ്ണൻ, വിജേഷ് എന്നിവരാണ് മികച്ച പരിശീലനം നൽകുന്നത്. കൊപ്പം പുലാശ്ശേരി സഹൃദയ വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കൊപ്പം പുലാശ്ശേരി സൗഹൃദ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നത്. TP കുഞ്ഞൻ സൗജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത്. മുഹമ്മദ് മോസിൻ MLA,
കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സാധാരണ വായനശാലകൾക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് MLAമാർക്ക് ADF-ഉം STF-ഉം. ADF-ൽ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. STF എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് ഒരു വർഷം ഉണ്ടാവുക. അതിൽ നിന്നാണ് ചെറിയ ഫണ്ടുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പല ഫണ്ടുകളും കൊടുക്കാൻ കഴിയുന്നത്. ആ ഫണ്ട് ഇപ്പോൾ നമുക്ക് അറിയാം, എയ്ഡഡ് സ്കൂളുകൾക്ക് അതിൽ നിന്നാണ് കൊടുക്കുക. ചെറിയ 2 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ റോഡുകൾ കൊടുക്കേണ്ടത് അതിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് വായനശാലകൾക്ക് വലിയൊരു ഫണ്ട് കൊടുക്കണം എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും സ്ഥലം കിട്ടുകയാണെങ്കിൽ നൽകാമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ സ്ഥലം തരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പ്രയിൽ അവിടുത്തെ ഒരു വായനശാലക്കും 22 ലക്ഷം രൂപ വെച്ച് ഈ 2 വായനശാലക്കും കൊടുത്തു. ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന തപസ്യ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന തപസ്യ വായനശാല ഉണ്ട്. അത് നമ്മുടെ മനക്കൽ പിടിയിൽ ആ വായനശാലക്കും കൊടുത്തു. പക്ഷെ അത് 10 ലക്ഷമാണ് കൊടുത്തത്. അവിടെ ഇത്രയും വായനശാലകൾക്കാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഒന്ന് നമ്മുടെ ആരഭി വായനശാല, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വായനശാലയാണ് വാടനാകൃഷി. അതിനും ഏതാണ്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു. ഇത്രയും വായനശാലകളാണ് നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ നിരന്തരമായി കുഞ്ഞേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം തരുന്നതിന് മുമ്പാണെങ്കിലും പിന്നെ കെട്ടിടത്തിൻ്റെ കാര്യം പറയുമായിരുന്നു. പിന്നീട് സ്ഥലം ലഭ്യമാക്കി. അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ ശ്യാം വളരെ ചെറുപ്പത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട്, അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് സ്ഥലം സ്വന്തം വീടിൻ്റെ പരിസരത്ത് വിട്ടുതരികയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് CP ചിത്രഭാനു, മോഹനൻ, സത്യൻ, TP കുഞ്ഞൻ, K. മോഹൻദാസ്, PP വിനോദ് കുമാർ, M. അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ രജനി ചന്ദ്രൻ, സൗമ്യ സുഭാഷ്, ഹെഡ് ക്ലർക്ക് PS ഉണ്ണി എന്നിവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ സമ്മേളനം EV സൈതാലി നഗറിൽ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന സെക്രട്ടറി P. സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AV മുഹമ്മദ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PV നബീസ ടീച്ചർ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി M. സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ പട്ടാമ്പി, ജില്ലാ വൈസ് പ്രസിഡന്റ് യാവു പട്ടാമ്പി, ഏരിയ എക്സിക്യൂട്ടീവ് അംഗവും കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷറഫുദ്ദീൻ കളത്തിൽ, ലക്ഷ്മണൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളുടെ മാതാപിതാക്കളെയും നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുൻ പ്രവാസികളെയും ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി AV മുഹമ്മദ് പ്രസിഡന്റ്, M. ബാവക്കുട്ടി സെക്രട്ടറി, അഷ്റഫ് കൊപ്പത്ത് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഗവൺമെന്റ് പാസ്പോർട്ട് എടുക്കുന്നതിന് ഫീസ് കൊടുത്തിട്ടാണ് പാസ്പോർട്ട് വാങ്ങുന്നത്. അതിനുശേഷം വിദേശത്തേക്ക് വിസ സംഘടിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ വിസ ലഭിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്ന നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്ന പണമൊക്കെ വരുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഇന്ത്യൻ രൂപയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്, റിസർവ് ബാങ്കിലേക്ക് എത്തുന്നത് വിദേശത്ത് ഏത് രാജ്യത്തെ കറൻസിയിലാണ് പണം മാറ്റുന്നതെങ്കിൽ ആ വിദേശ നാണയമായിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ് പട്ടാമ്പി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CS സാജിദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ശ്രീ പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായുള്ള PM ശ്രീ പദ്ധതി 100% കാവ്യവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ നിയമമാണ്. നമുക്കറിയാം, വർഷങ്ങളായുള്ള നിരവധി സമരങ്ങൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന്, രാജ്യത്തെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിൽ നിന്നൊക്കെ മുഗളന്മാരുടെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് RSSന്റെ ചരിത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നിഗൂഢ നടപടികളുമായി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ
ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ പ്രതിഷേധാർഹമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുതിയ RSSന്റെ നേതൃത്വത്തിലുള്ള തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ രക്തസാക്ഷികളുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയില്ല. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത ആയിരക്കണക്കിന് വീര പോരാളികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച മുഗളന്മാരുടെ സംഭാവനകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. മുൻപ് പഠിച്ചിരുന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. അതേ സമയത്ത് BJPയുടെ ചരിത്രത്തെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കാലണയുടെ പോലും പിന്തുണ നൽകാൻ കഴിയാത്തവർ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മുദ്രാവാക്യം വിളികൊണ്ടും പങ്കാളികളാകാൻ കഴിയാത്തവർ, അവരുടെ ചരിത്രത്തെയാണ് പുതിയ തലമുറയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. മുനീർ പാലത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. TP ഉസ്മാൻ, ഉമ്മർ പാലത്തിങ്ങൽ, KM ജലീൽ, MK മുസ്താഖ്, അനസ് കൊടലൂർ, ഷാഹുൽ ഹമീദ്, VK സൈനുദ്ദീൻ, KVA ജബ്ബാർ, സേതലവി വടക്കേതിൽ, റിയാസ് നമ്പ്രം, മൻസൂർ പാലത്തിങ്ങൽ, ഷെഫീഖ് പരുവക്കടവ്, റാസിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂറ്റനാട് കോമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ 16ാം വാർഷികവും കുടുംബസംഗമവും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ KV സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ശശീന്ദ്രൻ പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വോയിസ് ഓഫ് നൈറ്റിംഗ് ഗേൾ ജേതാവ് ഗൗതമി പ്രശാന്തിനെയും SSLCയിൽ കൂടുതൽ മാർക്ക് നേടിയ N അഭിനവിനെയും +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ അദ്വൈതിനെയും ആദരിച്ചു. വസന്തകുമാരി, C രേവതി, ജയപ്രകാശ്, വത്സല, ഷീജ എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി തൃത്താല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP തൃത്താല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ NP രാജൻ, K കൃഷ്ണദാസ്, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.